തന്റെ പാർട്ടിനെതിരെ ബി.ജെ.പി. നേതാവ് എൻ.ഐ.എക്ക് പരാതി നൽകിയ സംഭവത്തിൽ പ്രതികരണവുമായി റാപ്പർ വേടൻ. ബി.ജെ.പി. നേതാവ് എൻ.ഐ.എക്ക് നൽകിയ പരാതി വൈകിയതിലാണ് തനിക്ക് അത്ഭുതം തോന്നിയതെന്ന് വേടൻ പറയുന്നു. ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി കൊച്ചിയിലെത്തിയപ്പോഴാണ് വേടന്റെ ഈ പ്രതികരണം ഉണ്ടായത്. ഇത്തരം പരാതി അന്ന് തന്നെ വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള ഒരു നാടാണിത്. ആ വിശ്വാസത്തിലാണ് ആ പാർട്ടി ചെയ്തത്. അതിനിയും തുടരുക തന്നെ ചെയ്യും. എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഉള്ളവർ പോലും വ്യക്തിപരമായി വിളിച്ച് പിന്തുണ അറിയിക്കുന്നുണ്ട്. സംഘപരിവാർ വിമർശനം അവർക്ക് മടുക്കുമ്പോൾ അവർ തന്നെ നിർത്തിക്കൊള്ളും. പാർട്ടിയിലൂടെയുള്ള തന്റെ രാഷ്ട്രീയം നിർത്താൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. തന്നെ വിമർശിക്കുന്ന രാഷ്ട്രീയക്കാർ സ്വകാര്യമായി വിളിച്ച് പിന്തുണയും നൽകുന്നുണ്ട്. കേസുകൾ തന്റെ പരിപാടികളെ ബാധിച്ചിട്ടുണ്ട്. അത് മറികടക്കാനാണ് ഇപ്പോഴത്തെ ശ്രമമെന്നും വേടൻ പറയുന്നു. തുഷാർ വെള്ളാപ്പള്ളിയുടെ പിന്തുണയുടെ കാരണം അറിയില്ലെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരികയല്ലേ എന്നും വേടൻ ചോദിച്ചു. കോടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ വെച്ചാണ് വേടൻ മാധ്യമങ്ങളെ കണ്ടത്. 4 വർഷം മുമ്പ് പാടിയ പാട്ടിന്റെ പേരിൽ വേടനെതിരെ ബി.ജെ.പി. പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് എൻ.ഐ.എക്ക് പരാതി നൽകിയത്. അതേസമയം റാപ്പർ വേടനെതിരെയുള്ള ഹിന്ദു ഐക്യവേദി നേതാവ് ശശികലയുടെ അധിക്ഷേപ പരാമർശത്തോട് പ്രതികരിച്ച് ബി.ജെ.പിയുടെ ഘടകകക്ഷിയായ ബി.ഡി.ജെ.എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. റാപ്പർ വേടനെതിരെ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് വിവരക്കേടാണെന്ന് തുഷാർ പറഞ്ഞു. വേടൻ നല്ല രീതിയിൽ പാടുന്ന ആളാണ്. അയാളുടെ പാട്ടിനെ മോശം പറയുന്നത് അംഗീകരിക്കാനാവില്ല. ഈ വിവാദങ്ങൾ അനാവശ്യമാണ്. വേടന്റെ വേദികളിൽ എന്തുകൊണ്ടാണ് സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന കാര്യം അന്വേഷിക്കണമെന്നും തുഷാർ വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വേടനെതിരെ അധിക്ഷേപ പരാമർശവുമായി ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല രംഗത്ത് വന്നത്. വേടന്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദു വിരുദ്ധ ശക്തികളും ആണെന്ന് ശശികല പറഞ്ഞിരുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവരുടേതായ കലാരൂപങ്ങളുണ്ടെന്നും റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതിക്കാരുടെ തനതായ കലാരൂപം എന്നും ശശികല ചോദിച്ചിരുന്നു. എന്നാൽ താൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനെ ഭയക്കുന്നത് കൊണ്ടാണ് ശശികല ഇങ്ങനെ ചോദിച്ചതെന്നും റാപ്പ് ചെയ്യുന്നത് എന്തിനാണ് എന്ന ചോദ്യം തന്നെ ജനാധിപത്യ വിരുദ്ധമാണെന്നും ശശികലക്ക് മറുപടിയായി വേടൻ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ താൻ ഒരു അമ്മയും അമ്മുമ്മയും റിട്ടയർഡ് അധ്യാപികയുമായതിനാൽ വേടന്റെ രാഷ്ട്രീയത്തെ ഭയക്കുന്നു എന്ന് ശശികല ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതുകയും ചെയ്തു. ഇപ്പോൾ വേടൻ പറയുന്നത് പാട്ടെഴുത്തിൽ കോംപ്രമൈസ് ഇല്ല എന്ന് തന്നെയാണ്. എന്നാൽ 2 മാസത്തെ ഇടവേള എടുക്കുന്നു. കേസുകൾ തന്റെ പരിപാടികളെ ബാധിച്ചിട്ടുണ്ടെന്നും തൊണ്ട പ്രശ്നമായതിനാൽ 2 മാസത്തെ ബ്രേക്കാണ് ഉദ്ദേശിക്കുന്നതെന്നും വേടൻ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിനെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വിമർശിച്ചാൽ അതെങ്ങനെയാണ് രാജ്യദ്രോഹം ആകുന്നത്? കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് മൻമോഹൻ സിംഗിനെ അതിരൂക്ഷമായി വിമർശിച്ച ആളാണ് നരേന്ദ്രമോദി. സൈന്യം നിങ്ങളുടെ കയ്യിലുണ്ടായിട്ടും തീവ്രവാദികൾ എങ്ങനെ വരുന്നു എന്ന് മൻമോഹൻ സിംഗിനോട് നരേന്ദ്രമോദി ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ മോദിയുടെ കയ്യിൽ സൈന്യം ഉണ്ടായതിനു ശേഷം എത്ര തവണ രാജ്യത്ത് തീവ്രവാദികൾ അഴിഞ്ഞാടിയെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നാട് ചുറ്റാൻ പോയില്ലേ എന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് രാജ്യദ്രോഹം ആകുന്നത്?